പൊന്നമ്മ ചേച്ചി പറയുന്നു. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു താങ്ക് യു. അനിയത്തിയുടെ മോള് വല്ലതും ആണോ? ചേച്ചിയുടെ ആ നെറും ആ മറുകും ആ മൂക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. താങ്ക് യു മോളെ. താങ്ക് യു. ഞങ്ങളുടെയൊക്കെ പ്രായത്തുണ്ടല്ലോ ഞങ്ങളുടെ പ്രായത്ത് ചേച്ചിയപ്പോൾ ഒടുക്കത്തെ ഗ്ലാമർ ആയിരുന്നില്ലേ? അപ്പൊ ആ കാലത്തുള്ള സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മലയാള സിനിമയിലെ കാവ്യ മാധവൻ, ഇപ്പൊ തമിഴിൽ തിളങ്ങി നിൽക്കണ നയൻതാര. അമ്മേ, അവർക്കൊക്കെ ഈ പ്രായം ഉണ്ടെന്നാണോ പറയണേ? ഇതൊക്കെ ടാക്സ് അടച്ച് തീരാറായതാ. ബോളിവുഡിലെ അസീൻ അവരെ പോലെയൊക്കെ വലിയൊരു താരമായി മാറിയാനേ എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ വൈകി വന്നത് സിനിമയിൽ? ഇല്ല മോളെ, എന്നെ നായികയായിട്ട് തന്നെ എന്നെ വിളിച്ചതാണ്. ഞാൻ 17 വയസ്സുള്ളപ്പോൾ വന്ന ഓഫർ വന്നതാണ്. അത് വിളിച്ചത് മറ്റാരും അല്ല, പത്മൻ സാറാണ് എന്നെ വിളിച്ചത് ആ പടത്തിന്. അന്നെനിക്ക് ഞാൻ അന്നൊരു പെട്ടെന്നൊരു കല്യാണമൊക്കെ കഴിക്കേണ്ടി വന്നു ആ സമയത്ത്. അങ്ങനെ അവസരം നഷ്ടമായി. അതിനുശേഷം കൊല്ലങ്ങൾക്ക് ശേഷം 3 മക്കളൊക്കെ ഉണ്ടായി. സ്വസ്ഥമായതിന് ശേഷമാണ് ഞാൻ കല്യാണം കഴിക്കണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. എന്തിന്? എനിക്ക് നായികയാകാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ ഇല്ലേ? നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആകാൻ പറ്റിയില്ലേ? ഇല്ലേ? അപ്പം ഞാൻ ഭയങ്കര സന്തോഷമാണ് അതിൽ കേട്ടോ. ചേച്ചി, ഈ സൗന്ദര്യം ഒരു ശാപമാണ് എന്ന് കേൾക്കാറുണ്ട്, പ്രത്യേകിച്ചും കൊമേഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ അപ്പിയറൻസിൽ തന്നെ തമാശ തോന്നിയെങ്കിൽ അവർ പകുതി ജോലി ചെയ്താൽ മതിയല്ലോ. ചേച്ചി സുന്ദരിയാണ്, ചേച്ചി കൂടുതലും ചെയ്യുന്നത് തമാശ വേഷങ്ങളുമാണ്. അത് ഈ സൗന്ദര്യം ഒരു പ്രശ്നമായിട്ടുണ്ട്? അല്ല, ഒരിക്കലും തമാശ വേഷങ്ങൾ. ഞാൻ ആദ്യം സിനിമയിൽ തുടങ്ങിയത് തന്നെ സീരിയസ് വേഷങ്ങളായിട്ട് തന്നെയാണ് തുടങ്ങിയത്. കുറച്ച് കാലഘട്ടങ്ങളെ ഞാൻ ആയിട്ടുള്ളൂ ഈ കോമഡിയിലോട്ട് ഞാൻ കുറച്ച് മാറിയിട്ട്. അല്ല, അതിനു മുമ്പ് ഞാൻ നല്ല നല്ല കുറച്ച് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹരിഹര സാറിൻ്റെ ജാനിക്കുട്ടി, അതുപോലെ തന്നെ ലോഹിദാസിൻ്റെ പടങ്ങൾ, ഉദ്യാനപാലകൻ, അങ്ങനെ കുറച്ച് നല്ല നല്ല പടങ്ങൾ എനിക്ക് നേരത്തെ ക്യാരക്ടർ റോൾ നല്ല കോമഡി അല്ലാത്തത്. ഇപ്പം പിന്നെ കുറച്ച് നാളായിട്ട് അങ്ങനത്തെ കുറച്ച് നല്ല ക്യാരക്ടറുകൾ കോമഡി ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. ശരി, ഇപ്പോഴും ചെയ്യാൻ ഇഷ്ടമാണ്. എന്താ എന്നോട് ചോദിച്ചേ? എന്താ എന്നോട് മുമ്പ് ചോദിച്ചത്? സൗന്ദര്യം ഒരു ശാപമായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരിക്കലും ഇല്ല. എന്തിനാ അങ്ങനെ തോന്നുന്നത്? ശാപമായിട്ട് തോന്നുന്നത്? എനിക്ക് നല്ലതേ തോന്നുന്നത്.